ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-2.5-3 വർഷമായി. പക്ഷേ ഞാൻ ആദ്യത്തെ 1 വർഷത്തോളം വീഡിയോസ് ചെയ്തെങ്കിലും പിന്നെ എനിക്ക് ഒരു 2 വർഷത്തിൻ്റെ അടുത്ത് തന്നെ ഗ്യാപ്പ് വന്നു. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയി, പിന്നെ കുഞ്ഞുണ്ടായി, അങ്ങോട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പെട്ടെന്നൊരു തോന്നൽ തോന്നിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് റീസ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ടൈമിലായിരുന്നു AI വീഡിയോയുടെ വരവ്. AI വീഡിയോ വരുന്നത് തുടങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ 900 ചില്ലറ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഇപ്പോൾ 2000 ചില്ലറ സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ ഇപ്പോഴും താഴെ കിടക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് AI വീഡിയോ ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ കാണുന്ന വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ആണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പുതിയ ഒരു പുതുപുത്തൻ ട്രിക്കാണ് AI വീഡിയോ ഇടുക എന്നുള്ളത്. അതിന് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് 940 സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ സാധാരണ നോർമലി പേഴ്സണൽ വീഡിയോസായി ഇട്ടുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിലായിരുന്നു ഞാൻ ഈ AIയുടെ വീഡിയോസ് കണ്ടത്. അപ്പോൾ ആ ടൈമിൽ ഞാനും AI വീഡിയോ ചെയ്ത് നോക്കി. 1-2 വീഡിയോ ചെയ്ത് നോക്കി. എൻ്റെ 1K പോലും ആകാതിരുന്ന സാധാ വീഡിയോ മറിച്ച് 1K ആയി, 2K ആയി, 3K ആയി, 10K ആയി, 50K ആയി, 800 ചില്ലറ K വീഡിയോ വരെയായി. വ്യൂ വരെ വന്നിട്ടുള്ള വീഡിയോ ഉണ്ട് എനിക്ക്. അതും ഒരു സാധാരണ വീഡിയോ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അതിന് പോലും ഇത്രയും വലിയ ഫലം വരാറില്ല. പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു വീഡിയോ ആക്കി AI തരുന്നത്. ആ വീഡിയോസിനാണ് അതിലും വ്യൂസ് കൂടുതൽ. അത് സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളിപ്പോൾ സാധാ വീഡിയോ ഇട്ട് പോകുന്നവർ ഒന്ന് AIയും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള. ഈ സാധാ വീഡിയോ ചെയ്യുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. AI വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബേഴ്സ് കൂടും. കാരണം എനിക്ക് കൂടി എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും സബ്സ്ക്രൈബേഴ്സ് കൂടും. പിന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ആയോ എന്ന് ചോദിക്കുന്നവരോട്, ഈ നമ്മൾ ചാനൽ നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ മോണിറ്റൈസേഷൻ ആവുള്ളൂ, ഏണിങ്സ് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇട്ട് ചെറിയ വ്യൂസൊക്കെ കിട്ടിയാൽ ആർക്കും മോണിറ്റൈസേഷൻ ആവത്തില്ല. മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ഒരുപാട് ടാസ്ക് ഉണ്ട്. അതിൽ മെയിൻ ടാസ്ക്കാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളത്. അതെന്തായാലും ഇപ്പോൾ ആയിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്ക് 1000 ഇല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഏകദേശം 2500 2600 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആദ്യം തന്നെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അത് കഴിഞ്ഞ് 4000 വാച്ച് അവർ വേണം, 3000 ഷോർട്സിന് വാച്ച് അവർ വേണം. അങ്ങനെ ഒരുപാട് ടാസ്ക് ഉണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തോ 8000 വാച്ച് അവർ വേണം എന്നുള്ള പുതിയ നിയമം വന്നെന്നൊക്കെ പറയുന്ന കേട്ടു. കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ AI വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സാധാ വീഡിയോ ചെയ്തിട്ട് വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിൽ ഒന്ന് AI വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടും, വ്യൂസും കൂടും. എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിലുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സ് കൂടാനും പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനുമുള്ള മറ്റൊരു ഐഡിയയാണ് ഡെയിലി വീഡിയോസ് ഇടുക എന്നുള്ളത്. നമ്മൾ ഡെയിലി ഒരു ടൈം ടാർഗറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ തന്നെ ഡെയിലി ഓരോരോ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. എനിക്കും അങ്ങനെ കൂടിയിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വ്യൂസ് കൂടുന്ന, അതായത് ആൾക്കാർ കാണുന്ന പീക്ക് ടൈം എന്ന് പറയുന്നത് ഈ 6 മണി തൊട്ട് 10 മണി വരെയുള്ള ടൈമാണ്. കാരണം എല്ലാവരും ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്ന് ഫ്രീ ആയി നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് ഈ 6 to 10. അമ്മമാരുടെ റെസ്റ്റിംഗ് ടൈമല്ല ഞാൻ ഉദ്ദേശിച്ചത്, സാധാരണ ഫോണിൽ കിള്ളിക്കൊണ്ടിരിക്കുന്നവരുടെ റെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ പോലും ആ ഒരു ടൈമിൽ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഷോർട്സ് ഇങ്ങനെ ആൾക്കാർക്ക് ആകർഷകമായ രീതിയിൽ വേണം നമ്മൾ ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 10 സെക്കൻഡ് അല്ലെങ്കിൽ ആദ്യത്തെ ആൾക്കാരുടെ മുമ്പിലേക്ക് വരുന്ന ആ ഒരു 2 സെക്കൻഡ് വീഡിയോ ഉണ്ടല്ലോ, ആ ഷോർട്സ് നമ്മൾ മാക്സിമം അവർക്ക് അട്രാക്റ്റീവായിട്ടുള്ള തരത്തിലുള്ള വീഡിയോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു വീഡിയോ ക്ലിക്കാവും. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവരത് സ്കിപ്പ് ചെയ്യാണ്ട് ഇരുന്ന് കാണും. മാക്സിമം നമ്മൾ ആൾക്കാരെ കൊണ്ട് സ്കിപ്പ് ചെയ്യിക്കാണ്ട് ഇൻട്രസ്റ്റിംഗ് ആക്കിക്കൊണ്ട് വേണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഈ ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ടാൽ റീച്ച് ആവില്ല കേട്ടോ. നമ്മൾ വീക്കിലി വൺസ് ലോങ് വീഡിയോ കൂടി ഇടണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസിന് വ്യൂസ് കൂടുകയുള്ളൂ, നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂടുകയുള്ളൂ, മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് ഈസി ആവുള്ളൂ. കാരണം നമ്മുടെ ലോങ് വീഡിയോയുടെ വ്യൂസിനും അവർ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്.
കാരണം നമ്മുടെ പബ്ലിക് വാച്ച് അവേഴ്സ് കൂടണമെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യണം. ഷോർട്ട് വീഡിയോസിന് വേറെ വ്യൂ ആണ് അവർ കണക്കാക്കുന്നത്, ലോങ് വീഡിയോസിനും വേറെ വ്യൂ ആണ് കണക്കാക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏർണിങ്സിന് അടുത്തേക്ക് എത്താൻ പറ്റും. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബായ്.